കന്നഡ ഭാഷാ വിവാദത്തിൽ മാപ്പു പറയുകയില്ലെന്ന് കമൽഹാസൻ വ്യക്തമാക്കിയതിനെ തുടർന്ന് കർണാടകയിൽ തഗ് ലൈഫ് എന്ന സിനിമ പ്രദർശന വിലക്കിലേക്ക് നീങ്ങുന്നു. മാപ്പു പറയുവാൻ 2 തവണ അനുവദിച്ച സമയപരിധി അവസാനിച്ചതോടുകൂടിയാണ് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ചിത്രം സംസ്ഥാനത്ത് നിരോധിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ ചെന്നൈയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മാപ്പു പറയില്ലെന്ന് കമൽഹാസൻ വ്യക്തമാക്കിയിരുന്നു. കന്നഡ അനുകൂല സംഘടനകളുടെ വികാരത്തിനൊപ്പമാണ് ഫിലിം ചേംബർ. വിതരണക്കാരെ വിളിച്ചുവരുത്തി കമൽഹാസനുമായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. തിയേറ്റർ ഉടമകളുമായും ചർച്ച നടത്തി. കമൽ മാപ്പു പറയുന്നതുവരെ ചിത്രം കർണാടകയിൽ പ്രദർശിപ്പിക്കേണ്ടെന്നാണ് തീരുമാനം. ഫിലിം ചേംബർ പ്രസിഡന്റ് എം നരസിംഹലു ദി ഫെഡറലിനോട് പറഞ്ഞു. ഇതോടെ ആഗോള റിലീസായി ജൂൺ 5 എത്തുന്ന ചിത്രം കർണാടകയിൽ പ്രദർശിപ്പിക്കില്ല എന്ന് വ്യക്തമായി. പരാമർശത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് കമൽഹാസനെ ഇമെയിൽ വഴി അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ മറുപടിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും നരസിംഹലു അറിയിച്ചു. നേരത്തെ ചെന്നൈയിൽ DMK ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പരാമർശത്തിൽ താൻ മാപ്പു പറയില്ലെന്ന് കമൽഹാസൻ വ്യക്തമാക്കിയിരുന്നു. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഞാൻ നിയമത്തിലും നീതിയിലും വിശ്വസിക്കുന്നു. സ്നേഹം എപ്പോഴും വിജയിക്കും എന്ന് ഞാൻ കരുതുന്നു. കർണാടകയോടും ആന്ധ്രാപ്രദേശിനോടും കേരളത്തോടുമുള്ള എൻ്റെ സ്നേഹം യഥാർത്ഥമാണ്. എന്തെങ്കിലും അജണ്ട ഉള്ളവരല്ലാതെ ആരെങ്കിലും അതിനെ സംശയിക്കില്ല. നേരത്തെയും എനിക്കെതിരെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. തെറ്റു പറ്റിയെങ്കിൽ ഞാൻ മാപ്പു പറയും, ഇല്ലെങ്കിൽ പറയില്ല എന്നായിരുന്നു കമൽഹാസൻ്റെ വാക്കുകൾ. ചെന്നൈയിൽ തഗ് ലൈഫ് ചിത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ കമൽഹാസൻ നടത്തിയ പരാമർശമാണ് വിവാദമായത്. കന്നഡ തമിഴിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നായിരുന്നു വിവാദ പരാമർശം. മാപ്പ് പറയാൻ കമലിന് ഫിലിം ചേംബർ 24 മണിക്കൂർ സമയം അനുവദിച്ചിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം കമലിൻ്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. കന്നഡ അനുകൂല സംഘടനകളും കമലിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. കമൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചിത്രം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക സാംസ്കാരിക വകുപ്പ് മന്ത്രി ശിവരാജ് തങ്കടಗಿ ഫിലിം ചേംബറിന് കത്തും നൽകിയിരുന്നു.